ബി.ജെ.പിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിയോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ഒരു ബലം വിശദമായിട്ട് വിലയിരുത്തുമ്പോൾ ആ രീതിയിൽ തന്നെ ഒരു അനാലിസിസിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം തൃശ്ശൂരിൽ ഉൾപ്പെടെ ബി.ജെ.പി ഉണ്ടാക്കിയപ്പോൾ അതിലൊരു നിർണായക പങ്ക് ക്രിസ്ത്യൻ വോട്ടുകൾക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു മെയിൻ ഫാക്ടർ ക്രിസ്ത്യൻ വോട്ട് തന്നെയായിരുന്നു. ക്രിസ്ത്യൻ വോട്ട് എൻ നമ്പറായിട്ട് ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു എക്സ് ഫാക്ടർ. തൃശ്ശൂർ നിയമസഭാ മണ്ഡലം, അതുകൂടാതെ പുതുക്കാട്, ഒല്ലൂര്, പിന്നെ ഇരിങ്ങാലക്കുട, ഈ മണ്ഡലങ്ങളിലെല്ലാം ബി.ജെ.പിക്ക് ഒന്നാമതെത്താൻ സാധിച്ചു. അതിൽ തന്നെ ഒല്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമാണ്. അതുകൂടാതെ തൃശ്ശൂരിലും ഇരിങ്ങാലക്കുടയിലും പുതുക്കാടിലുമെല്ലാം ക്രിസ്ത്യൻ ജനസംഖ്യ വളരെ നിർണായകമാണ്. അപ്പോൾ UDFനെ കൈയൊഴിഞ്ഞ് പൂർണ്ണമായും ബി.ജെ.പിക്കൊപ്പം നിലനിർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൂടാതെ തന്നെ പലയിടങ്ങളിലും, കേരളത്തിലെ പലയിടങ്ങളിലും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമൊക്കെ നിന്നപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ വോട്ടുകൾ ബി.ജെ.പിക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ബി.ജെ.പിക്കൊപ്പമില്ല. അതായത് ബി.ജെ.പിക്ക് ട്രഡീഷണലായിട്ട് വോട്ട് ചെയ്യുന്നവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന ക്രിസ്ത്യൻ വോട്ട് തിരികെ UDFിലേക്ക് പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ ആ ഒരു കണക്കുകൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂരിലാകെ 8, അതായത് തൃശ്ശൂർ കോർപ്പറേഷനിലാകെ 8 വാർഡുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് ജയിക്കാൻ സാധിച്ച. ഭരണമൊക്കെ പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചതാണ്. പക്ഷേ ക്രിസ്ത്യൻ വോട്ട് ബി.ജെ.പിക്ക് ലഭിച്ചില്ല എന്നതാണ് ഒരു വസ്തുത. കാരണം മിഷൻ ക്വാർട്ടേഴ്സ്, അതുകൂടാതെ കൃഷ്ണപുരം ഉൾപ്പെടെ 4-5 വാർഡുകളിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ, സഭയുടെ പിന്തുണയൊക്കെയുള്ള ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ബി.ജെ.പി രംഗത്തിറക്കിയിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ ദയനീയമായിട്ട് ബി.ജെ.പി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ബി.ജെ.പിക്ക് ലഭിച്ചിരിക്കുന്ന 8 വാർഡുകൾ, തൃശ്ശൂർ കോർപ്പറേഷനിൽ ലഭിച്ചിരിക്കുന്ന 8 വാർഡുകൾ ബി.ജെ.പിയുടെ ഒരു ട്രഡീഷണൽ വോട്ട് ബാങ്കിൻ്റെ പിൻബലത്തിൽ ലഭിച്ച വാർഡുകളാണ്. അപ്പം അത് സൂചിപ്പിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നുള്ള രീതിയിൽ ബി.ജെ.പി മുന്നോട്ട് വെച്ച പ്ലാന് എന്തായാലും ഇപ്പോൾ പാളിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ക്രിസ്ത്യൻ പോപ്പുലേഷൻ കേരളത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ജില്ലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. ഇനി മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ബി.ജെ.പിയുടെ ട്രഡീഷണൽ ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ പിൻബലത്തിലാണ്. ഇപ്പം ഇടുക്കി, പത്തനംതിട്ട, അതുകൂടാതെ എറണാകുളം, പിന്നെ തൃശ്ശൂർ, ഈ ജില്ലകളിലും പിന്നെ തിരുവനന്തപുരത്തൊന്നും ബി.ജെ.പിക്ക് ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചു, ചരിത്രം രചിച്ചു. അങ്ങനെയാണെങ്കിൽ പോലും ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ മുൻനിർത്തിയുള്ള ബി.ജെ.പിയുടെ ക്യാമ്പയിനിങ് പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ ഉദാഹരണമായിട്ട് കാണുകയാണെങ്കിൽ നാലാഞ്ചിറ, അതുകൂടാതെ പാളയം, വെട്ടുകാട്, പൗണ്ട് കടവ്, ഇവിടെയൊക്കെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ബി.ജെ.പി രംഗത്തിറക്കിയിരുന്നു. പക്ഷെ അവരെല്ലാം ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ലത്തീൻ കത്തോലിക്കർ പൂർണ്ണമായും UDFിനൊപ്പം നിലയുറപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് കൃത്യമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ 2-3 പഞ്ചായത്തുകൾ, അതായത് പൂഞ്ഞാറിലെ 2-3 പഞ്ചായത്തുകളെ മാറ്റി നിർത്തുകയാണെങ്കിൽ കാര്യമായിട്ട് ക്രിസ്ത്യൻ വോട്ട് ബി.ജെ.പിക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. അത് ഷോൺ ജോർജിൻ്റെയും PC ജോർജിൻ്റെയും ഒക്കെ ഇമ്പാക്റ്റാണ്. എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനുപരിയായിട്ട് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടില്ല. ക്രിസ്ത്യൻ വോട്ടുകൾ സജീവമായി തന്നെ UDFിലേക്ക് പോയി, അല്ലാത്ത ഇടങ്ങളിൽ അത് LDFിലേക്ക് പോയി എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ വിഷയങ്ങളാണ്. കാരണം ഉത്തരേന്ത്യയിലെ ചെറിയ വിഷയങ്ങൾ പോലും ഇവിടെ വലിയ ചർച്ചയാക്കാൻ UDFും LDFും വളരെ സമർത്ഥരാണ്. അതുകൊണ്ട് തന്നെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവിടെ വലിയ ചർച്ചയാവും. അതുതന്നെയാണ് ബി.ജെ.പിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കേരളത്തിലെ മിഷണറിമാർ, സുവിശേഷവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി വളരെ സജീവമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മതപരിവർത്തന ആരോപണങ്ങളൊക്കെ തുടർച്ചയായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളത് ബി.ജെ.പിക്ക് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ബി.ജെ.പിക്ക് ദേശീയ തലത്തിലൊരു അജണ്ടയുണ്ട്, അല്ലെങ്കിൽ ഒരു കൃത്യമായുള്ള ആശയമുണ്ട്. അപ്പോൾ ആശയത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യവും ഗോവയുടെ സാഹചര്യവും തമ്മിൽ എൻ്റർലി ഡിഫറൻ്റ് ആണ്. കാരണം ഗോവയിൽ ക്രിസ്ത്യൻ വോട്ട് ലഭിക്കുന്ന പോലെ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ട് ലഭിക്കാനുള്ള ഒരു സാഹചര്യം പൊതുവെ കുറവാണ്. പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ഒരു അന്തരീക്ഷം വരുമ്പോൾ, അതായത് ഇപ്പം ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ഒരു സ്വാധീനം വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു ആശങ്ക ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അവർ ലക്ഷ്യമിടുന്നത് ഒരു UDF സർക്കാർ തന്നെയാണ്. ഒരു UDF സർക്കാർ വരുമ്പോൾ തങ്ങൾക്ക് അനുയോജ്യമായ പാർട്ടി കോൺഗ്രസ് ആണെന്ന് വിശ്വസിക്കുന്നവരാണ് ലത്തീൻ കത്തോലിക്കരും സീറോ മലബാർ സഭയൊക്കെ. അപ്പോൾ ഈ ക്രിസ്ത്യൻ സഭകൾ ആ രീതിയിലുള്ള ഒരു വോട്ടിങ്ങിലേക്ക് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകാൻ
പോകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJP കൊണ്ടുവന്ന ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണ്ടത്ര സക്സസ് ആകാനുള്ളൊരു സാധ്യത കുറവാണ്. സമീപ ഭാവിയിൽ അതിനുള്ളൊരു സാധ്യതയും കുറവാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. പിന്നെ BJPയെ സംബന്ധിച്ച് BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയെങ്കിലും പിന്നാക്ക ഹിന്ദുക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ്. കാരണം ഒരു ഹിന്ദു പോളറൈസേഷൻ വരികയാണെങ്കിൽ BJPക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് മലബാറിലൊക്കെ കാണുന്ന മുന്നേറ്റം BJPയുടെ പലയിടങ്ങളിലും, ഇപ്പോൾ താനൂരിൽ, അതുകൂടാതെ തന്നെ കോഴിക്കോടൊക്കെ BJP നടത്തിയിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് ഹിന്ദു ഏകീകരണം BJPക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്നു. ഇടത് വോട്ടുകൾ പോലും, ട്രഡീഷണലായിട്ട് CPMന് വോട്ട് ചെയ്യുന്നവർ പോലും BJPയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നാക്ക ഹിന്ദുക്കളിലേക്ക്, പ്രത്യേകിച്ച് ഇഴവർക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ BJPക്ക് സാധിക്കുകയാണെങ്കിൽ കേരളത്തിലൊരു നിർണായക ശക്തിയായിട്ട് പാർട്ടിക്ക് മാറാൻ സാധിക്കും. ഇപ്പോൾ കൊല്ലത്തെ BJPയുടെ ഒരു മുന്നേറ്റം സൂചിപ്പിക്കുന്നത് ഇഴവ വോട്ടുകൾ BJPയിലേക്ക് വരുന്നു, വലിയ തോതിൽ വരുന്നു എന്നുള്ളതാണ്. നിലവിലെ ഒരു സാഹചര്യത്തിൽ നായന്മാരും ഇഴവന്മാരും ഒക്കെ വലിയ തോതിൽ തന്നെ BJPയിലേക്ക് വരാനുള്ള ഒരു അന്തരീക്ഷമാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് UDFൻ്റെ ഒരു ഭരണം വരികയാണെങ്കിൽ ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ നിർണായക സ്വാധീനമുള്ള ഒരു ഭരണമായിരിക്കും. അതുകൂടാതെ ജമാഅത്ത് ഇസ്ലാമി, SDPI പോലെയുള്ള മത തീവ്രവാദ സംഘടനകൾക്കും ഈ ഒരു ഭരണത്തിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം. ഇപ്പോൾ ഈ ഒരു വിഷയം BJP വലിയ രീതിയിൽ ഉന്നയിക്കുകയാണെങ്കിൽ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിട്ട് ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കിടയിൽ ഈ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്, കട്ടിങ് അക്രോസ് കാസ്റ്റ് ഈ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. BJPക്ക് കേരളത്തിൽ വേര് പിടിക്കണമെങ്കിൽ ഹിന്ദു വോട്ടുകൾ, അതായത് നിലവിൽ BJPക്ക് പോൾ ചെയ്യുന്ന ഹിന്ദു വോട്ടുകൾക്കുപരിയായിട്ട് അവശേഷിക്കുന്ന ഹിന്ദു വോട്ടുകളും പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു 35% വരുന്ന ഹിന്ദുക്കളുടെ പിന്തുണ നിലവിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കണക്ക് വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു വിലയിരുത്തലിലേക്ക് പോകേണ്ടി വരും. അപ്പം ബാക്കിയുള്ള CPMനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന വലിയൊരു വിഭാഗം ഹിന്ദുക്കളെ കൂടി തങ്ങളുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ BJPക്ക് വമ്പൻ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി വെച്ച് ഒരു 50-52% ഹിന്ദു ജനസംഖ്യയുള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ ന്യൂനപക്ഷ ഏകീകരണം അല്ലെങ്കിൽ ന്യൂനപക്ഷ സ്വാധീനമുള്ള, അമിതമായിട്ട് ന്യൂനപക്ഷങ്ങൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഡിസൈസീവായിട്ടുള്ള റോളുള്ള മണ്ഡലങ്ങളുടെ എണ്ണം ഒരു 50 മണ്ഡലങ്ങൾ വരെ വരുള്ളൂ. ബാക്കി വരുന്ന ഏറ്റവും ചുരുങ്ങിയത് ഒരു 80 മണ്ഡലങ്ങളെങ്കിലും കൃത്യമായി തന്നെ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നിർണായക സ്വാധീനമുള്ള, ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിലെ 14 ജില്ലകളിൽ 13 ജില്ലകളും ഹിന്ദു ഭൂരിപക്ഷമാണ്. അതിലിപ്പം ഇടുക്കി, കോട്ടയം ഉൾപ്പെടെയുള്ള, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ചെറിയ ഭൂരിപക്ഷമായി ഹിന്ദുക്കൾക്കുള്ളൂ. മലപ്പുറത്ത് ന്യൂനപക്ഷമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഹിന്ദു ജനസംഖ്യ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരന്നു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്ക് അവരുടേതായുള്ള സ്വാധീന മേഖലകൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത CPMനൊപ്പമുള്ള ഹിന്ദു വോട്ടുകളെ ഇങ്ങോട്ട് ആകർഷിക്കുക, പ്രത്യേകിച്ച് ഇടവരുൾപ്പെടെയുള്ള വിഭാഗക്കാരെ അല്ലെങ്കിൽ മറ്റ് പിന്നാക്ക വിഭാഗക്കാരെയും ദളിതരെയൊക്കെ BJPയുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരിക. ഉത്തരേന്ത്യൻ മാതൃകയിൽ ആ രീതിയിലുള്ള ഒരു പ്രോസസ്സ് BJP നടത്തുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഭാരവാഹികളെ തിരഞ്ഞെടുത്തതിലും പ്രഖ്യാപിച്ചതിലൊക്കെ ഒരു പിന്നോക്ക പ്രാതിനിധ്യം വേണ്ടത്ര രീതിയിലില്ല എന്നുള്ളൊരു ആരോപണമൊക്കെ പാർട്ടിക്കിടയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ഒരു കറക്റ്റീവ് മെഷേഴ്സുമായിട്ട് BJP മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ ഉള്ളൂ റിയലിസ്റ്റിക്കലി BJPക്ക് ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു വിലയിരുത്തൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്.